ഹലോ ഗൈസ്, വെൽക്കം ടു ദൃശ്യം വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം മാൾട്ട ക്രിസ്മസിൻ്റെ സെലിബ്രേഷന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന അനുപ്രിയ ചേച്ചിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് ദുബായിലാണ്. അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് പറഞ്ഞു ഒരു സർപ്രൈസ് കൊടുക്കണം ദൃശ്യയെ. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരു സർപ്രൈസ് കൊടുത്തായിരുന്നു. ഞങ്ങൾ വന്നത് നവംബറിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഡിസംബറിൽ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചേച്ചിക്ക് സർപ്രൈസ് കൊടുത്തു. ചേച്ചി ഭയങ്കരമായിട്ട് ഓർഡർ അടിച്ച് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യവും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. ആരും ഞാനായിട്ട് ആർക്കും ക്ലൂ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ചേച്ചി സർപ്രൈസ് ആവും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾ ചേട്ടൻ്റെ സ്നേഹവും പിന്നെ എൻ്റെ എഫേർട്ടും ചേട്ടൻ്റെ എഫേർട്ടും എല്ലാം കൂടെ സക്സസ് ആവും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ ഞങ്ങൾ കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഗിഫ്റ്റും ചേട്ടൻ പറഞ്ഞ ഗിഫ്റ്റും എല്ലാം വാങ്ങിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ചേച്ചി എത്രത്തോളം സർപ്രൈസ് ആവുമെന്നും അറിയത്തില്ല. ഈ 2025 ലാസ്റ്റ് സർപ്രൈസ് ആണ് കേട്ടോ. ഇനി അങ്ങോട്ട് പല വ്ളോഗായിട്ട് കാണാം. ഞങ്ങളെ ക്രിസ്മസ് ഫംഗ്ഷനും അതേപോലെ മാൾട്ട ഇപ്പോൾ സെലിബ്രേഷനും ഒരുങ്ങിയതുകൊണ്ട് ഇവിടെ ഇനി അങ്ങോട്ട് ഫെസ്റ്റിവലിൻ്റെ പൂരം തന്നെ പറയാം. ഇനി അങ്ങോട്ട് എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ്, ന്യൂ ഇയർ, കാർണിവല്, അതിൻ്റെ ഇടയിൽ കുറേ ലൈറ്റിങ്സും കാര്യങ്ങളായിട്ടുള്ള കുറേ പരിപാടികളുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് എൻ്റെ തുടരും വ്ളോഗുകളിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ കുറേ നാളായി വോയിസ് ഓവർ ചെയ്തിട്ട്, കാരണം ഒരുപാട് തിരക്കും ഡ്യൂട്ടീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പം എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ തന്നെ ശ്രീചേച്ചിയുണ്ട് ഈ വ്ളോഗ് എടുക്കാനും അതേപോലെ ഗിഫ്റ്റിൻ്റെ കാര്യങ്ങൾക്കൊക്കെ. അപ്പം എത്രത്തോളം സക്സസ് ആവുമെന്നറിയില്ല. ഇനി നമ്മൾ എന്തായാലും അവിടെ വെച്ചിട്ട് എല്ലാ വിശേഷങ്ങളും അതേപോലെ എത്രത്തോളം സർപ്രൈസ് ആവുമെന്നൊന്നും അറിയത്തില്ല. ഗിഫ്റ്റൊക്കെ ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും നോക്കാം നമുക്ക്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം വിചാരിച്ച പോലെ ഭംഗിയാവും. ഹലോ വാ, നമുക്ക് സർപ്രൈസ് കൊടുക്കാം. ഞെട്ടണമല്ലോ. അപ്പൊ ഞങ്ങള് റൂമത്തെ ഒരു ചേച്ചീനെ വിളിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ചേട്ടനെ വിളിക്കണം. അപ്പോൾ എത്രത്തോളം സർപ്രൈസ് ആവുമെന്ന് അറിയത്തില്ല. എന്നാലും ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഓക്കെ, ചേട്ടനെ വിളിക്കാൻ പോവാണ്. അതിൻ്റെ മുമ്പിട്ട് റൂമത്തെ ചേച്ചി ഒന്ന് വിളിക്കട്ടെ. ഇത് ഓപ്പൺ ചെയ്യണ്ടേ. ഇതാണ് കേക്ക്. ഇവിടുത്തെ മാൾട്ടയിൽ എന്താന്ന് വെച്ചാൽ ഹാപ്പി ബർത്ത്ഡേക്ക് മാത്രമേ ഈ റൗണ്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ കലാവിരുദ്ധം എൻ്റെ കഴിവും ഉപയോഗിച്ച് ഹാപ്പി ആനിവേഴ്സറി പൊന്നൂന്ന് എഴുതിയിട്ടുണ്ട്. എൻ്റെ കലാവിരുദ്ധം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് കേക്ക്. എന്നെക്കൊണ്ട് ഇത്രയേ പറ്റിയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എത്രത്തോളം ചേച്ചി സർപ്രൈസ് ആവുമെന്നുള്ളത്. എന്തായാലും റൂമത്തെ ചേച്ചിയെ വിളിക്കാൻ പോവാണ്. ഉറങ്ങിയോ? കിച്ചണിലോ? ആ വാതിലടച്ചേ. ഒരു മിനിറ്റ്. കുളിക്കല്ലോ? കുളിക്കണോ? ചേട്ടൻ ഫോൺ എടുക്കുന്നില്ല. ചേട്ടൻ ചതിക്കുവോ? ചേച്ചി എവിടെ? കുളിക്കുവാണോ? പിന്നെ ഹലോ, ഇപ്പൊ കൊടുക്കാം, ഒരു മിനിറ്റ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ചേട്ടൻ. മിണ്ടല്ലേ? യെസ് യെസ് യെസ്. മിണ്ടല്ലേ?
Thank you so much. ഇവിടെ ആരും ഇല്ലേ? മേ ഐ കം ഇൻ? ഈയുടെ പായസം ഒന്ന് വേണമെന്ന് പറഞ്ഞപ്പോഴേ എന്റെ സർപ്രൈസ് ആയില്ലേ താഴെ? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഹാപ്പി ആനിവേഴ്സറി. ആർക്കായിരിക്കോ? അപ്പൊ ഇതാ താങ്കളുടെ ഹബ്ബി തന്നതാണ്. യുവർ കാണുന്നില്ല, ബാക്ക് ക്യാമറയാ. വെച്ചോ, ഉമ്മ വെച്ചോ. സന്തോഷമായോ? എക്സ്പെക്ട് ചെയ്തിരുന്നത്? ഇല്ല, ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു, പക്ഷെ ഇവിടുമാർ എന്റെ എക്സ്പെക്ടേഷൻ എല്ലാം കളഞ്ഞു. അതന്നെ പറഞ്ഞു ഡ്യൂട്ടിയാന്ന്. ഇവിടെ ഭയങ്കര കലിപ്പിലായിരുന്നു വൈകുന്നേരം. ഒരുപാട് സങ്കടമായോ? സങ്കടമല്ല, കിട്ടിയല്ലെന്ന് കിട്ടിയാലെന്ന് തന്നെ വിചാരിച്ചു. എല്ലാ വർഷവും കിട്ടുമ്പോ ഒരു അതെന്നോ ഇതൊക്കെ ഇവിടെ ഡ്യൂട്ടിയാണെന്ന്. ഇതൊക്കെ ലൈവ് പോകും കേട്ടോ. ഇല്ല, ഇതൊക്കെ ഇട്ടു ഓൾറെഡി ലൈവ്. അത് സത്യമായിട്ട് ലൈവാണ്. ദാറ്റ് ഇസ് നോട്ട് മൈ പ്രോബ്ലം. യുവർ പ്രോബ്ലം. എക്സ്പെക്ട് ചെയ്തവരൊന്നും ഒരുങ്ങണമായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ്. ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട്. ഗിഫ്റ്റ് ചേച്ചി ആ കവറൊന്നും എടുത്തു. മാറിപ്പോലെ. പിന്നെ എന്തുണ്ട് ഈ അവസരത്തിൽ ചേട്ടനോട്? ബ്രൗൺ ഐ ലവ് യു. പോയോ? അത് ശ്രീ ചേച്ചിയുടെ. ചേട്ടനെ ഒന്ന് കാണിച്ച്. ചേട്ടനെ കാണിക്കാൻ ഞാൻ ഗിഫ്റ്റ് കൊടുക്കട്ടെ. ചേട്ടന്റെ വകയാണ്. എനിക്ക് പറ്റാവുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അന്ന് കാണിച്ചോട്ടെ. There isn't any in life, nor could there ever be anything as wonderful as the love you share with me. എന്തൊരു പുച്ഛം. My beautiful wife. Oh my goodness. You are my sunshine. വേറൊരു ഗുഡ് ന്യൂസ് കൂടെ ഇതിനകത്തുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഫസ്റ്റ് നേഴ്സ് ആവുന്നോളാണ് ഇവള്. ആ ഒരു അത് ലൈവ് പോവാ. അതാണ്. അപ്പൊ ഇനി കട്ട് ചെയ്യാം. ഹസ്ബൻഡ് ഇതാണ്. അപ്പൊ എല്ലാരും പോയി നിക്ക്. അത് കത്തിക്കേ ചേച്ചി, കത്തിച്ചോ. കയ്യിലാവും ബഹുമാനം. അപ്പൊ ഗൈസ്, നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ്. ചേച്ചി സർപ്രൈസ് ആയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോ അറിയാം. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വീഡിയോന്റെ അത്ര സർപ്രൈസ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ എല്ലാവരും പോയി നിക്ക്. പിന്നെ ചേച്ചി പോയി നിക്ക്. അത് പോയി നിക്ക്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. വേണ്ട, പാടണ്ട. എന്റെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
എടുക്കാൻ വേണ്ടിയിട്ട് ഗൈസ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മുഖം എല്ലാം തുടച്ച് വൃത്തിയാക്കുവാണ്. അപ്പം ഹാപ്പി അല്ലേ? ചേട്ടന് ഹാപ്പി അല്ലേ? ചേട്ടൻ ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഗൈസ് ഞങ്ങള് കേക്കൊക്കെ മുറിച്ച് സർപ്രൈസ് ഒക്കെ കൊടുത്തു. അപ്പൊ സർപ്രൈസ് ആയി എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയാം. എന്തായാലും ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. സി യു. ഗുഡ് നൈറ്റ്.